പഞ്ചവക്ത്ര ഗണപതി, ഹേരംബ ഗണപതി, ഉച്ഛിഷ്ട ഗണപതി, പിന്നെ മഹാഗണപതി, സിദ്ധഗണപതി, സിദ്ധിവിനായകൻ, ബുദ്ധിവിനായകൻ, പിന്നെ അതേപോലെ തന്നെ ഹരിദ്ര ഗണപതി, ഇങ്ങനെ കുറേ ഗണപതിമാരുണ്ട്. സിംഹവക്ത്രൻ ആയിട്ട് പിന്നെ അഘോര ഗണപതി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അത് ഈ തന്ത്രശാസ്ത്രത്തിൽ നമ്മൾ സമ്പുടീകരണ പ്രക്രിയ എന്നൊക്കെ പറയും. ഒരു മന്ത്രത്തെ വേറൊരു മന്ത്രമായിട്ട് ഘടിപ്പിച്ചിട്ടൊരു ദേവത ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. ആ തറവാടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചാൽ ഇഷ്ടംപോലെ ദുർമരണങ്ങൾ നടന്നായിട്ട് കാണാറുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ദുർമരണങ്ങൾ നടക്കുന്നതിന്റെ ഒരു തുടർച്ചയാണ് എന്ത്? എന്താണ് ദോഷം, എന്താണ് ശാപം, എന്താണ് പ്രേതബാധ, പ്രേത ദുരിതം, ഇത് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയില്ല. ഇതെല്ലാം ഒരൊറ്റ കാര്യമായിട്ടാണ് ആൾക്കാർ എടുക്കുന്നത്. ദമ്പതി ദുരിതം നമ്മൾ കേട്ടിട്ടുണ്ടാവും. ദമ്പതി രക്ഷസ് ബാധിച്ചിട്ടുണ്ട്. ഈ രക്ഷോബാധ നമ്മളിപ്പം ഒരുപാട് കേട്ടിട്ടുണ്ടാവും. രക്ഷസ് ബാധിക്കുക എന്ന് പറയും. എല്ലാം വിഷ്ണുവിൽ സായുജ്യം കൊടുത്താൽ പോവില്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഈ സായുജ്യ ക്രിയകൾക്ക് തന്നെ ഒരുപാട് ഒരു ആക്സിഡന്റ് പറ്റുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വന്ന് മരിച്ചു പോവുക, അയാൾ പോലും അറിയുന്നില്ല അയാൾ മരിക്കുന്നത്. ഈ ദോഷവും ശാപവും ഒന്ന് തന്നെ അല്ല, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പൊ ഒരു ദോഷം, ഇപ്പൊ കുലദേവത ദോഷം ബാധിച്ച ഒരാളാന്ന് വിചാരിക്കും. അയാൾക്ക് ഇപ്പോൾ ഒരു തകർച്ച വന്നാലും അയാൾ വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കും രക്ഷപ്പെടാൻ വേണ്ടി, പല വഴികളിലൂടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഒരു ബാധാവിഷയം വന്നിരിക്കുന്ന ഒരാളാണെങ്കിൽ ഇതൊന്നും ചെയ്യില്ല. അയാൾക്കൊന്നും ചെയ്യാൻ തോന്നില്ല. അല്ലെങ്കിൽ അയാൾ ചെയ്യുന്നത് മുഴുവൻ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, ഇതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ അയാൾ ചെയ്യുള്ളൂ. അത് ബോധപൂർവം അല്ല, അല്ലാണ്ടും. പക്ഷേ ഒരു ഇപ്പം ഈ പറഞ്ഞ പോലെ ശാപാവസ്ഥ എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു പാർട്ടാണ്. അതായത് ശാപം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ചില കുലസമ്പ്രദായത്തിൽ ഭേദം വരുത്തുക. അതായത് ഇപ്പോഴും ആചരണമൊക്കെ നടക്കുന്നുണ്ടാവും. അത് മിക്ക സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്. അന്യമന്ത്രയോജന ദോഷം എന്നൊക്കെ പറയും. അതായത് പൂർവികമായി ആരാധിച്ച് വന്നിരിക്കുന്ന ഒരു ക്രമം, അതിൽ നിന്ന് ചേഞ്ച് വരുത്തുവർ. അതിൽ ജ്യോത്സ്യന്മാർക്കും ഒക്കെ പങ്കുണ്ട്. കാരണം അങ്ങനെ ഒരു ചേഞ്ച് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പിതൃപരമ്പരയുടെ അല്ലെങ്കിൽ ആ ഒരു ഗുരുപരമ്പരയുടെ ആ ഒരു കുലപരമ്പരയുടെ ഒരു ശാപാവസ്ഥ ഇവരിലേക്ക് വന്ന് വിടാൻ തുടങ്ങും. അപ്പോൾ അത് വേറെ രീതിക്കാണ് എഫക്റ്റ് ചെയ്യുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അബദ്ധമാവുക. അതും ശാപത്തിൻ്റെ വലിയൊരു അവസ്ഥയാണ്. എന്ത് ചെയ്താലും നമ്മൾ പറയില്ല, ഒരു ഗുരുത്തല്ലാത്ത അവസ്ഥ എന്നൊക്കെ പറയില്ല, അതുപോലെ ആയി പോകുന്നതൊക്കെയാണ്. ഈ ആളുകൾക്ക് ഇപ്പോഴും ഇതിന്റെ ടേം കൃത്യമായിട്ട് അറിയില്ല. എന്താണ് ദോഷം, എന്താണ് ശാപം, എന്താണ് പ്രേതബാധ, പ്രേത ദുരിതം, ഇത് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയില്ല. എല്ലാം ഒരൊറ്റ കാര്യമായിട്ടാണ് ആൾക്കാർ എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ദോഷം എന്ന് പറയുമ്പോൾ ഈ ദേവത ശപിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് എന്നായിരിക്കും. സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ ദേവത ശപിക്കുന്നില്ല. ഇത് നമ്മൾ തന്നെയാണ്. മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ എന്നൊരു നിയമമുണ്ടല്ലോ. മനസ്സുകൊണ്ടാണ് ഈ ക്രിയേഷൻസ് മുഴുവൻ ഉണ്ടാക്കുന്നത്. നമ്മളിൽ തന്നെ നമ്മൾ പ്രോസസ്സ് ചെയ്തെടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതേപോലെ ഇപ്പം ഈ മരിച്ചിരിക്കുന്ന ഈ ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അവരുടെ ധനഞ്ജയനും അവരുടെ മനോമണ്ഡലവുമായി ബന്ധപ്പെട്ടിട്ടാണ് പ്രശ്നങ്ങളെല്ലാം ബാധിക്കുന്നത്. മനോമണ്ഡലത്തിനെയാണ്. അത് പിന്നെ ശാരീരിക മണ്ഡലത്തിലേക്ക് എഫക്റ്റ് ആവുന്നു. അങ്ങനെയാണ് വരിക. ഇപ്പം നമ്മൾ എന്താ പറയുക, കൃത്യമായിട്ട് കുളിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുന്നില്ല എന്നൊന്ന ശരീരത്തിന് അസുഖം വരുമല്ലോ. അതേപോലെ നമുക്ക് എന്താ പറയുക, ഡെഫിഷ്യൻസീസ് വരും. നല്ല രീതിക്ക് ഭക്ഷണം കഴിക്കാതിരിക്കുക, അതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അങ്ങനെ ഇങ്ങനെ ഇരുന്നിരുന്ന് നമുക്ക് അത് ഡിപ്രഷൻ പോലത്തെ പ്രശ്നം വരും. അങ്ങനെ ബ്രെയിൻ കെമിക്കൽസിലൊക്കെ താളം തെറ്റൽ സംഭവിക്കാം. അപ്പം ഇതിൻ്റെയൊക്കെ തുടക്കം വരുന്നത് എവിടുന്നാണ്? ഈ മനോമണ്ഡലത്തിൽ ബാധിക്കുന്ന വിഷയങ്ങളെ കൊണ്ടാണ്. അതുകൊണ്ടാണ് ബാധാദോഷത്തെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. അത് ശാപത്തെക്കാട്ടും ഈ പറയുന്ന പോലെ തന്നെ ദോഷത്തെക്കാട്ടും കുറച്ചുകൂടി ഡേഞ്ചറാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കുടുംബ ബന്ധങ്ങൾ തകരുന്നതും ഈ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുമൊക്കെ ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടാണോ? അതെ, അതും ഉണ്ടാകും. അതായത് ഇപ്പം ഈ ചില സ്ഥലങ്ങളിൽ ഇപ്പം പ്രത്യേകിച്ച് ഞാൻ പറയാം, ഇപ്പം ശിവശക്തി സങ്കല്പത്തിലൊക്കെ ആരാധിച്ച് വരുന്ന ചില തറവാടുകളൊക്കെ ഉണ്ട്. അതായത് ഒരു ഭാര്യാഭർത്തൃ സമേതനായിരിക്കുന്ന വിഷ്ണുവോ ശിവനോ മുരുകനോ ആരെങ്കിലും ആവട്ടെ, അങ്ങനെയൊക്കെ ആരാധിച്ച് വരുന്ന ചില ക്രമങ്ങളുണ്ട്. അവിടെ ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ദമ്പതി ദുരിതം നമ്മൾ കേട്ടിട്ടുണ്ടാവും. ദമ്പതി രക്ഷസ് ബാധിച്ചിട്ടുണ്ട്. ഈ രക്ഷോബാധ നമ്മളിപ്പം ഒരുപാട് കേട്ടിട്ടുണ്ടാവും. രക്ഷസ് ബാധിക്കുക എന്ന് പറയുന്നത്. ഇപ്പം ദമ്പതി രക്ഷസ് ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ഒരു സ്ത്രീയും പുരുഷനും എന്താ പറയുക, ആ തറവാട്ടിൽ നിന്ന് വേദനിച്ച് മരിക്കുക, അല്ലെങ്കിൽ ഇറങ്ങിപ്പോവുക. എന്നിട്ട് അവർ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇവരോടൊരു അറ്റാച്ച്മെൻറ്റ്. അവരൊരിക്കലും ഈ പറഞ്ഞ പോലെ വെള്ള സാരിയായിട്ട് കൊടുത്ത് വരുമൊന്നുമില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, അപ്പോൾ ഒരു തറവാട്ടിൽ ഒരു ഭാര്യ ഭർത്താവിനെ വളരെ ദ്രോഹിച്ച് ഇറക്കി വിട്ടു വിചാരിക്കും. അവർ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി മരിച്ചാലും അവരുടെ മാനസികമായിട്ടുള്ള ഒരു കണക്ഷൻ അവിടെ കിടക്കും, ഈ തറവാടുമായിട്ട് കിടക്കും. അപ്പം അവരെന്നും ഈ കുലദേവതയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടാവും. അല്ലേ, ഞങ്ങളോട് ഇത് ചെയ്തല്ലോ, ആ ഒരു സാധനം വരുമല്ലോ. അപ്പോൾ ഈ ദേവതയുമായി ഓട്ടോമാറ്റിക്കലി ഇവർ കണക്റ്റഡ് ആണ്. ഇവരുടെ ഈ ധനഞ്ജയൻ എന്ന് പറയുന്ന മണ്ഡലം ഈ ദേവതയുമായി കണക്ട് ചെയ്യും. അത് ഈ തറവാടുകളിൽ ദുരിതമായിട്ട് വരികയും ചെയ്യും. അങ്ങനെ ദുരിതമായിരിക്കുന്ന തറവാടുകളിൽ എന്ത് സംഭവിക്കും? മിക്ക സ്ഥലങ്ങളിലും ഡിവോഴ്സിൻ്റെ എണ്ണം കൂടുന്നതായിട്ട് കാണാം.
കല്യാണം കഴിച്ചാൽ പ്രശ്നങ്ങളാണ്, അവർക്ക് പല വിഷയങ്ങളുണ്ടാവും, കുടുംബകലഹങ്ങളുണ്ടാവും, സന്താന വൈകല്യങ്ങളുണ്ടാവാം, ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ സന്താന വൈകല്യമൊക്കെ വരുമ്പോഴേക്കും അല്ലെങ്കിൽ കുടുംബകലഹം വരുമ്പോഴേക്കും നമ്മൾ ആദ്യം ഈ ശത്രുദോഷമാണ് എന്ന് പറയുന്നതിന് പകരം ഇതെന്താണെന്നൊരു ഡീറ്റെയിൽ എന്താ പറയുക വിശകലനം നടത്തേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ വിശകലനം നടത്തിയിട്ട് വേണം നമ്മൾ ഇതിനൊരു പരിഹാരത്തിലേക്ക് വരാൻ. അല്ല, ഇതിൻ്റെയൊക്കെ പരിഹാരം എന്താണ്? ഇപ്പം ദോഷമാണെങ്കിലും ശാപമാണെങ്കിലും ബാധയാണെങ്കിലും ഇതിൻ്റെ പരിഹാരം എന്താണ് അവസാനം? അതാ ഞാൻ പറഞ്ഞു, ഈ ദോഷം ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോൾ പാപമാണെന്നുണ്ടെങ്കിലും ശാപമാണെന്നുണ്ടെങ്കിലും ബാധയാണെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ബാധിച്ചിരിക്കുന്ന വിഷയത്തെ നമുക്ക് കറക്റ്റായി സ്ഫുടം ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോരോ സ്ഫുടങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഇത് ഏത് ഭാഗത്തിലാണ് ഈ ദുരിതം ബാധിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ കൃത്യമായി അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ബാധയാണെന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് ഇത് ബാധിച്ചു, ആരുടെ വിഷയമാണ് ഈ വന്നിരിക്കുന്നത്, അതിൻ്റെ ആ ഒരു ആത്മാവിന് അല്ലെങ്കിൽ ആ ഒരു ധനഞ്ജയൻ എന്ന് പറയുന്ന പ്രാണന് ശാന്തി കിട്ടാനുള്ള ക്രിയകൾ ചെയ്യുക. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, ഈ പറയുന്ന ദേവതാ വിധാനത്തിനെ ഒന്ന് പോസിറ്റീവ് ആക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ ഇത് രണ്ടിനും സമമായിട്ട് ചെയ്യണം. ഈ ശാന്തി കിട്ടാനുള്ള ക്രിയകൾ എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള ക്രിയകളാണ്? അതായത് നമ്മളിപ്പോൾ ഈ പറയില്ലേ, ഇപ്പം പൊതുവേ ഇപ്പം നമ്മൾ ഈ ബാധാദോഷം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരുപാട് ആൾക്കാർ വിളിക്കും. ഇപ്പം എല്ലാവരും ചെയ്യുമ്പോൾ എന്താ പറയുക, സുദർശനഹോമം ചെയ്യും, അഘോരഹോമം ചെയ്യും, പിന്നെ മൃത്യുഞ്ജയോമം ഒക്കെ ചെയ്യുന്നവരുണ്ട്. അത് അതെ, ഈ ആവാഹനത്തിന്റെ ഒരു പ്രോസസ്സിൽ വരുന്നതാണ് ഈ സാധനം. മൃത്യുഞ്ജയോമം, യമരാജം, ഗീതാതൃഷ്ടുപ്പ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ പ്രേതബാധ എങ്ങടെ ആവാഹിക്കും, പക്ഷെ എന്നാലും മാറില്ല. കാരണം അത് ഈ ദേവതയുമായി കണക്ട് ചെയ്ത് കിടക്കുന്നുണ്ടാവും. മനസ്സിലായോ? അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ദേവതാ സങ്കേതത്തിൽ നിന്ന് ഈ പ്രേതകലകളെ വേർപെടുത്തുന്ന വേറെ ക്രിയകളുണ്ട്. അതിന് ചില ഉച്ചാടന ക്രിയകൾ എന്നൊക്കെ പറയും. അത്തരത്തിൽ അതിനെ ഒന്ന് വേർപെടുത്തി മാറ്റിയിട്ട് ഇത്തരത്തിലുള്ള പ്രേതങ്ങൾക്ക് നമ്മൾ സായുജ്യം കൊടുക്കുന്നത്. ഈ സായുജ്യം കൊടുക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ധാരണ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പം വിഷ്ണുവിൽ ലയിപ്പിക്കുന്ന ഒരു സമ്പ്രദായം ചെയ്യുക. അങ്ങനെയല്ല. അത് ഓരോ കുലവുമായി ബന്ധപ്പെട്ട് ആ ദേവതയുമായി റിലേറ്റ് ചെയ്ത് അവരുടെ പ്രാണൻ എന്തുമായിട്ടാണോ കൂടുതൽ കണക്റ്റ് ആയിരിക്കുന്നത് ആ ദേവതയിൽ വേണം വിലയം പ്രാപിപ്പിക്കാനായിട്ട്. എല്ലാം വിഷ്ണുവിൽ സായുജ്യം കൊടുത്താൽ പോവില്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഈ സായുജ്യ ക്രിയകൾക്ക് തന്നെ ഒരുപാട് വിധാനങ്ങളിൽ കുറച്ച് ഡെപ്തിൽ പോകേണ്ടതുണ്ട്. അപ്പോൾ അതായത് നമ്മൾ ആദ്യമായിട്ട് ഈ വന്നിരിക്കുന്ന പ്രാണൻ, ആ പ്രാണനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇതെന്താണ്, ഇത് എങ്ങനെയൊക്കെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത്, ഇത് ഏത് ദേവതയുമായാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ഇതിന് പൂർവ്വജന്മാർജിതമായിട്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു ബാധ അനലൈസ് ചെയ്തെടുത്തു എന്ന് വിചാരിക്കും. ഇപ്പം ചില ആൾക്കാർക്ക് അറിയാം, അപ്പോൾ ഈ വീട്ടിൽ മരിച്ച ഇന്ന ആളുടെ സ്വഭാവമാണ് കാണിക്കുന്നത് എന്ന് പറയും. അപ്പം ആ വ്യക്തിയുടെ മരിച്ച സമയം വെച്ചിട്ട് നമുക്കൊരു ജാതകം പോലെ അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഡെപ്താക്കി അനലൈസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വ്യക്തിക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റും. ഇനി അത് അറിഞ്ഞില്ലെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പം ആ രീതിക്ക് നമ്മൾ കൃത്യമായി അനലൈസ് ചെയ്തെടുത്തിട്ട് ഈ ബാധയ്ക്ക് വേണ്ടത് എന്താണ്, മീൻസ് ഇതെന്തുമായാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ബാധിച്ചിരിക്കുന്നത്, ഈ കാരണത്തിന് വേണം പരിഹാരം ചെയ്യാനായിട്ട്. ആ കാരണത്തിന് പരിഹാരം ചെയ്ത് അതിനെ ശാന്തിയാക്കുക. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഇമോഷൻസിന് ഒരു പ്രത്യേകിച്ച് ഒരു ശാന്തി ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് പറഞ്ഞ് തീർക്കാം. അപ്പം അങ്ങേക്കൊരു വിഷമമുണ്ട് വിചാരിക്കുക, അങ്ങയോട് എനിക്ക് പറയാം, ഈ വിഷമിപ്പിച്ച കാര്യത്തിന് എനിക്ക് വേണമെങ്കിൽ മാപ്പ് പറയാം, അല്ലെങ്കിൽ അങ്ങക്ക് എന്തെങ്കിലും കാര്യം കിട്ടിയാൽ ആ വിഷമം മാറുന്നുണ്ടെങ്കിൽ അത് വാങ്ങിത്തരാം. ഇത് വിഷമം എന്ന് പറയുന്ന ഒരു സാധനം മാത്രം വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതിനോട് നമുക്ക് അതിന് ആ ഒരു ഇമോഷൻ അല്ലേ അറിയൂ. അപ്പോൾ അതിന് ആ ഒരു അവസ്ഥയിൽ നിന്ന് മന്ത്രചൈതന്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ചേഞ്ച് ചെയ്ത് മാറ്റുക, അതിനെ ദേവതാ തലത്തിലേക്ക് ഉയർത്തുക. ഇതാണ് നമ്മൾ ബാധയിൽ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഈ എല്ലായിടത്തും കാണുന്ന പോലത്തെ ഒരു സംഭവമല്ല. അത് ആൾക്കാർക്ക് അജ്ഞത കൊണ്ടുണ്ടാവുന്ന ചില വിഷയങ്ങളാണ്. ഇപ്പം അങ്ങ് പറഞ്ഞ പോലെ ഈ ടെർമിനോളജീസ് അറിയില്ല. മനസ്സിലായി? ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ സംസാരിച്ചതെല്ലാം ഇപ്പോൾ ഒരാൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും അങ്ങനെയൊക്കെ നിൽക്കുന്നതാണ്. ഈ ദുർമരണങ്ങൾ നടന്ന വീടുകളുണ്ടല്ലോ, ആത്മഹത്യ ചെയ്യുന്നത്, വാഹനാപകടം നടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആത്മാക്കൾ, അതായത് പെട്ടെന്ന് തന്നെ, അതായത് ഭൂമിയിൽ ഇപ്പോൾ പ്രകൃതി നിശ്ചയമില്ലാതെ സ്വന്തം തീരുമാനത്തിൽ മരണപ്പെടുന്ന ആളുകളുടെ ആത്മാക്കൾ, ഇതെങ്ങനെയാണ് ദുരാത്മാക്കളായിട്ട് അവിടെ നിൽക്കുമ്പോൾ അഫക്റ്റ് ചെയ്യുന്നത്? അല്ല, ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതിൽ തന്നെ ആ ഒരു വിഷയമുണ്ട്. ഇപ്പം പ്രകൃതിയുടെ നിശ്ചയപ്രകാരം അല്ലാതെ മരണം ഉണ്ടാവില്ല, അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം അത് ഒരു പ്രകൃതിയുടെ ഒരു കണക്കാണത്. പക്ഷേ ഈ വ്യക്തിക്ക് ഇതറിയില്ല. അപ്പോൾ വളരെ ആരോഗ്യവാനായിരിക്കുന്ന ഒരാൾ, അയാൾ ഒരുപാട് കാര്യങ്ങളിൽ എന്താ പറയുക, ആകാംക്ഷഭരിതനായിരിക്കാം, ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവാം, അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരാളായിരിക്കും. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു ആക്സിഡൻറ്റ് പറ്റുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വന്ന് മരിച്ചു പോവുക, അയാൾ പോലും അറിയുന്നില്ല അയാൾ മരിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക. ആത്മഹത്യ ചെയ്യുന്ന വേറൊരു ഓപ്ഷനാണ്. അത് വേറൊരു സാധനം തന്നെ. അതപ്പോൾ അയാൾക്ക് അറിയാലോ ഞാൻ മരിക്കാൻ പോവുകയാണ്. അത് കഠിനമായ ദുഃഖം അല്ലെങ്കിൽ കഠിനമായ ഡിപ്രഷൻ, എന്തെങ്കിലും വിരസത, ഇങ്ങനെയൊക്കെ വന്നിട്ടാണ് അത് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇവർക്ക് ഉണ്ടാവുന്ന ഫീലിങ്സ് ഉണ്ട്.
അപ്പോൾ ഈ ഒന്നും അറിയാതെ മരിക്കുന്ന ഒരാൾ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കിത് മരിച്ചു എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല. അയാളെ ധനഞ്ജയൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. കാരണം അയാൾ ആ ഒരു സന്തോഷമായിട്ടുള്ള ഒരു അവസ്ഥയിലിരിക്കുക. പെട്ടെന്ന് ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറുമ്പോൾ എന്താ പറയുക, ആ ഒരു ഇമോഷണൽ വേവ്, ഒരുപാട് ആഗ്രഹങ്ങൾ സാധിപ്പിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവും അല്ലേ. ആ ഒരു തലം നിൽക്കുകയും അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായി വരികയും ചെയ്യും. ആ തറവാട്ടിലുള്ളവർ അല്ലെങ്കിൽ അവരുമായി കണക്ട് ചെയ്ത ഫ്രണ്ട്സിന്, റിലേഷൻഷിപ്സുള്ള ആൾക്കാർക്ക് ഒക്കെ ഇത് ബാധിക്കാൻ തുടങ്ങും. ഈ ആത്മഹത്യ ചെയ്യുന്നവർക്ക് എന്ന് പറഞ്ഞാൽ കഠിനമായ വിരസതയാണ്. പിന്നെ വേറൊന്നും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്, ഇങ്ങനെ ആക്സിഡൻറ്റ് പറ്റുക, ആത്മഹത്യ ചെയ്യുക, അത് വല്ല ബാധാദോഷങ്ങളെ കൊണ്ടുണ്ടായതാണോ എന്നും കൂടി നമ്മൾ അനലൈസ് ചെയ്യണം. മുൻപ് ഇവരെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ദുർമൃതി നടക്കപ്പെട്ട തറവാടുണ്ട്. ഇപ്പോൾ ഒരാൾ മരിക്കാമെന്ന് വിചാരിക്കുക, ഒരാൾ ആത്മഹത്യ ചെയ്യുക, ആ തറവാടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചാൽ ഇഷ്ടംപോലെ ദുർമരണങ്ങൾ നടന്നായിട്ട് കാണാറുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ദുർമരണങ്ങൾ നടക്കുന്നതിൻ്റെ ഒരു തുടർച്ചയാണ് എന്ത് ഇത്. അപ്പോൾ അത് ഈ കുലദേവതയുമായിട്ട് അല്ലെങ്കിൽ ആ കുലത്തിലെ ഏതെങ്കിലും ദേവതാവിധാനങ്ങളുമായിട്ട് അതിനെ കണക്ഷൻ ഉണ്ടാവും. ഈ ബാധകൾ അത് കണക്റ്റായിട്ട് അത് ഇവർക്ക് ബാധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് ആ സാധനം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇവർക്ക് ഈ കുലദേവതയെ അറിയത്തില്ലെങ്കിൽ ഇവരെന്ത് ചെയ്യും? അത് നമ്മൾ കൃത്യമായി അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കാം. നമുക്കതിന് ജ്യോതിഷശാസ്ത്രവും തന്ത്രവും കൂടി സമ്മിശ്രമായിട്ട് ഒരുപാട് പ്രോസസ്സുകളൊക്കെ ഉണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്നിരുന്നാലും ഇന്ന് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ പ്രദേശത്ത് തന്നെ ഒരു 10, 20, 30 ക്ഷേത്രങ്ങളോളം പുതിയത് ഉണ്ടായി വരുന്നുണ്ട്. അപ്പൊ ഇത് എങ്ങനെ നമുക്കറിയാൻ കഴിയും? ഇപ്പം ഒരു 2 തലമുറയ്ക്ക് അപ്പുറത്തേക്കുള്ള അച്ഛനപ്പൂപ്പന്മാരുടെ ക്ഷേത്രങ്ങളോ വിധാനങ്ങളോ ഒന്നും നമുക്ക് ആർക്കും അറിയില്ല. അപ്പൊ അവരോട് ചോദിക്കാനും കഴിയില്ല, നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരു അറിവും ഉണ്ടാകില്ല. അപ്പൊ നമ്മുടെ അച്ഛന് പോലും അതിന്റെ ഒരു അറിവും ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു ജ്യോതിഷൻ ആ ഒരു കുലദേവതയെ കണ്ടെത്തുന്നത്? അല്ല, അത് കേവലം ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് മുമ്പ് നമ്മൾ സംസാരിച്ച വിഷയമാണ്. അത് ഞാൻ അങ്ങ് ചോദിച്ചുകൊണ്ട് പറയാം. ഇപ്പോൾ ഒരു ദേവതാ വിധാനത്തെ കണ്ടെത്തുക എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പം അങ്ങയുടെ ജാതകം അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങയുടെ പൂർവികമായ ആരാധിച്ച ദേവതാ വിധാനത്തിൻ്റെ ഏകദേശം ഒരു റൂട്ട് മാപ്പ് കിട്ടും. ഇപ്പോൾ ദുർഗ എന്ന് കിട്ടി, അല്ലെങ്കിൽ ഗണപതി എന്ന് കിട്ടിയെന്ന് വിചാരിക്കാം. ഗണപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നമുക്ക് പരിചയമുള്ള ആകപ്പാട് ഒറ്റ ഗണപതിയേ ഉള്ളൂ അല്ലേ. കുമ്പയൊക്കെ ആയിട്ടിരിക്കുന്ന എലിയുടെ പുറത്ത് പോകുന്ന ഗണപതി. ഈ ഗണപതിക്ക് തന്നെ സിംഹവും കുതിരയൊക്കെ വാഹനമായിട്ടുണ്ട്. നമുക്കറിയോ? അറിയില്ല, നമ്മൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല അല്ലേ. അത് തന്ത്രശാസ്ത്രത്തിലുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന പോലെ യുദ്ധത്തിന് പോകുന്ന സ്വഭാവത്തിലിരിക്കുന്ന ഗണപതിയുണ്ട്. അതുപോലെ ഇഷ്ടം പോലെ ഗണപതി ഉണ്ട്. എന്താ പറയുക, പഞ്ചവക്ത്ര ഗണപതി, ഹേരംബ ഗണപതി, ഉച്ഛിഷ്ട ഗണപതി, പിന്നെ മഹാഗണപതി, സിദ്ധഗണപതി, ഇങ്ങനെ ഇഷ്ടംപോലെ സിദ്ധിവിനായകൻ, ബുദ്ധിവിനായകൻ, പിന്നെ അതേപോലെ തന്നെ ഹരിദ്രാ ഗണപതി, ഇങ്ങനെ കുറേ ഗണപതിമാരുണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് ഏതായിരിക്കും നമ്മുടെ തറവാട്ടിൽ ആരാധിച്ചത് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പം അങ്ങയുടെ തറവാട്ടിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ സിംഹവക്ത്രൻ ആയിട്ട് പിന്നെ അഘോര ഗണപതി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അത് ഈ തന്ത്രശാസ്ത്രത്തിൽ നമ്മൾ സമ്പുടീകരണ പ്രക്രിയ എന്നൊക്കെ പറയും. ഒരു മന്ത്രത്തെ വേറൊരു മന്ത്രമായിട്ട് ഘടിപ്പിച്ചിട്ടൊരു ദേവത ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്.